മുൻപെങ്ങും കണ്ട് പരിചയമില്ലാത്ത ഭീമാകാരമായ 3 കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവുമായി കപ്പലിനടുത്തേക്ക് തുഴഞ്ഞു ചെന്നു. കപ്പലിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ആളുകളുമായി അവർ ഏറെ നേരം സംഭാഷണം നടത്തി. പക്ഷേ ഭാഷാപരമായ വൈവിധ്യം കാരണം അവർക്ക് ഇരു കൂട്ടർക്കും കാര്യങ്ങളൊന്നും നേരാവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏറെ നേരത്തെ ആംഗ്യഭാഷക്കൊടുവിൽ ജാവോ നൂനസ് എന്ന തടവുകാരനും ഗാമയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിക്കോളാസ് ഒയോൽഗോയും ഒരു ചെറുവള്ളത്തിൽ കയറി കരയിലേക്ക് വന്നു. സ്വദേശികളായ വള്ളക്കാർ അവർക്ക് അകമ്പടി സേവിച്ചു. കരയിൽ കാലുകുത്തിയ പോർച്ചുഗീസുകാർ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഭരണകേന്ദ്രത്തിലേക്ക് പോയി. ഗാമയോടൊപ്പം കപ്പലിലുണ്ടായിരുന്ന ആഫ്രിക്കൻ സ്വദേശികളാണ് അവരെ കോഴിക്കോടെത്താൻ സഹായിച്ചത്. ഗാമയ്ക്കു വേണ്ടി സാമൂതിരിയുമായി കൂടിക്കാഴ്ച നടത്തുക അതായിരുന്നു അവരുടെ പ്രധാന ചുമതല. അക്കാലത്ത് കാപ്പാട് പ്രദേശത്തു നിന്നും കോഴിക്കോട് നഗരത്തിൽ എത്തിച്ചേരാൻ പാകത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച സഞ്ചാരപാതയോ അതിനുപയോഗിക്കാവുന്ന വാഹനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കാപ്പാടൻ കൈപ്പുഴയിലൂടെ തോണിമാർഗം കോരപ്പുഴ കടന്നു വേണം കോഴിക്കോട് നഗരത്തിലെത്താൻ. അതുവഴി കാപ്പാട് കടലിൽ തമ്പടിച്ച പോർച്ചുഗീസ് സംഘത്തിലെ അംഗങ്ങൾ സാമൂതിരിയുടെ ഭരണകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ആ സമയത്ത് പൊന്നാനിയിൽ സന്ദർശനം നടത്തുകയായിരുന്നു സാമൂതിരി രാജാവ്. അതുകാരണം സന്ദർശകർക്ക് സാമൂതിരിയെ നേരിൽ കാണാൻ സാധിച്ചില്ല. സാമൂതിരി രാജാവിൻ്റെ അസാന്നിധ്യം മനസ്സിലാക്കിയ അതിഥികൾ ഉടനെ കോഴിക്കോട് നിന്നും കാപ്പാട് മടങ്ങിയെത്തി കാര്യങ്ങൾ ഗാമയെ ധരിപ്പിച്ചു.